നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളൊരു പോസ്റ്റാണ്. പാപ്പിനിശ്ശേരി വെസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആ വഴി സഞ്ചരിച്ച ഒരു മുസ്ലിം കുടുംബത്തിന് നിസ്കാരത്തിനായി തുറന്നു കൊടുക്കുകയും ഓഫീസിൻ്റെ 2-ാം നില വൃത്തിയാക്കി അംഗശുദ്ധി വരുത്തുവാനുള്ള സൗകര്യം ആ കുടുംബാംഗങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ഒപ്പം അവർ നിസ്കരിക്കുന്ന ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർത്ത് പിടിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന പ്രക്രിയ നടപ്പാക്കുന്നത് എന്ന അഭിമാനം കൊള്ളുകയും ചെയ്തു. പക്ഷെ വൈറലായത് അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കാരണമാണ് ഈ പോസ്റ്റ് വൈറലായത്. എന്തുകൊണ്ട് ഇത്ര ഒരു പരിഹാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ ഉയരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിന് നേരെ മാത്രം ഇത്തരം ചേർത്ത് പിടിക്കലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഏറെക്കാലമായി ആ പാർട്ടിക്ക് നേരെ ഉയരുന്നുണ്ട്. അത് ഒന്ന് പരിശോധിക്കുമ്പോൾ, വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ആരോപണത്തിൽ ഏറെക്കുറെ ഒരു 90% സത്യമാണെന്ന് പറയേണ്ടി വരും. 90 എന്നല്ല, ഒരു 99% സത്യമാണെന്ന് പറയേണ്ടി വരും. 100% എന്ന് ഞാൻ പറയാത്തത് ശാസ്ത്രീയമായി ഒരു റിസർച്ചിലും 100% എന്നുള്ളൊരു കൃത്യത കൊടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് കൊണ്ടാണ്. ശാസ്ത്രത്തിന് അതീതമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ 100% കൃത്യത നൽകിയാലും ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലുകൾ ഇസ്ലാമിക മതവിഭാഗത്തിന് നേരെ പ്രീണന ഉപാധിയായി മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താറുള്ളൂ എന്നുള്ള കാര്യത്തിൽ 100% നൽകാമെന്നുള്ളത് സംശയലേശം അന്യെ പറയുവാൻ എനിക്ക് സാധിക്കും. പക്ഷേ ശാസ്ത്രം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് 99% ഞാൻ നിർത്തുന്നു. അപ്പോൾ ഈ പ്രീണനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക മതവിഭാഗത്തിന് നേരെ നടത്തുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക മതവിഭാഗത്തിന് മാത്രമായി നടത്തുന്നു എന്നുള്ള കാര്യം സുവ്യക്തമാണെന്നാണ് വിമർശകർ പറയുന്നത്. ശരി, പ്രകടനം നടത്തിക്കോട്ടെ. ഒരു മതവിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്നതിൽ നിയമപരമായി തെറ്റൊന്നുമില്ല. ഇത് നിയമം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്നുള്ള നിലയിൽ മറുവശത്തുള്ള അല്ലെങ്കിൽ മറ്റ് മതക്കാരോടുള്ള ഇവരുടെ സമീപനമാണ് ഇവർക്ക് നേരെ ഉയർത്തുന്നത്. ചോദ്യങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഇവർക്ക് നേരെ ഉയർത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സമീപനം പരിശോധിക്കുമ്പോഴാണ് എന്താണ് ഇവരുടെ സമീപനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സമീപകാലത്ത് വിദ്യാനികേതൻ സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് നടത്തിയ ഒരു മാർച്ചിൽ SFIക്കാർ ആ സ്കൂളിൻ്റെ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന ഓംകാര ചിഹ്നം വലിച്ച് തറയിലിട്ട് ചവിട്ടി നശിപ്പിക്കുന്നു. സ്കൂളിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ സ്കൂളിന് നേരെ പ്രതിഷേധിക്കൂ. ഓം എന്ത് പിഴച്ചു, പിണറായി വിജയൻ തന്നെ ചോദിച്ചതുപോലെ കുരിശെന്ത് പിഴച്ചു എന്ന് ചോദിച്ചതുപോലെ പിണറായി വിജയൻ ഓം എന്ത് പിഴച്ചു എന്ന് ചോദിക്കില്ല. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. ഒരു വിഭാഗത്തെ അടുപ്പിച്ച് പിടിക്കുന്നു. അതും ഇപ്പോൾ വളരെ പ്രത്യക്ഷമായി പ്രകടമായി തന്നെ ഒരു വിഭാഗത്തെ മാത്രം, ഇസ്ലാമിക വിഭാഗത്തെ മാത്രമേ ഞങ്ങൾ ചേർത്ത് പിടിക്കൂ, മറ്റെല്ലാത്തിനെയും ഞങ്ങൾ പരിഹസിക്കുകയും അപമാനിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുമെന്ന് ഏതാണ്ട് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. പ്രവൃത്തികളെല്ലാം തുറന്ന പ്രകടനങ്ങൾ തന്നെയാണ്. ഈ സ്കൂളിലേക്ക് നടന്ന മാർച്ചിൻ്റെ കാര്യം ഏറ്റവും പുതിയ ഉദാഹരണം മാത്രം. ഒന്ന് പിന്നോട്ട് പോയാൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിമാർ, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അധികാരി എന്നുള്ള സ്ഥാനം ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ അധികാര പരിധിയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയാണ്. ആ ദേവസ്വം മന്ത്രിമാർ ശബരിമല പോലുള്ള പുണ്യ സന്നിധാനങ്ങളിൽ ചെന്ന് അവിടെ കൈകൂപ്പാതെ പറയാൻ പാടില്ലാത്ത ഭാഗത്ത് ചേർത്ത് പിടിച്ച് നിൽക്കുക. എന്നിട്ട് അതേ മന്ത്രിമാർ തന്നെ ഏതെങ്കിലും ജാറമോ ശവക്കല്ലറയുടെയോ മുന്നിൽ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന കളിമണ്ണോ ചെളിയോ ഭസ്മമോ എന്താണെന്ന് വെച്ചാൽ ഇരു കൈയും നീട്ടി ഭക്തിപൂർവ്വം വാങ്ങുക. എന്നിട്ട് അതേക്കുറിച്ച് ചോദ്യം വരുമ്പോൾ കൈ കൂപ്പാത്തതും തീർത്ഥം കുടിക്കാത്തതും എൻ്റെ രീതിയാണ്, കക്കുന്നവർ മാത്രം പേടിച്ചാൽ മതി എന്ന് സാമൂഹ്യ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ മാസ് ഡയലോഗ് അടിക്കുക. എന്നിട്ടെന്തായി? അതേ മന്ത്രിയുടെ ആൾക്കാർ തന്നെ ഓടി നടന്ന് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതെല്ലാം ഒരു മതത്തിന് നേരെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. പരിശോധിക്കുമ്പോൾ സത്യമായിട്ട് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ ആരും രോഷം കൊണ്ടിട്ട് കാര്യമില്ല. സത്യം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നൽകേണ്ട, പ്രസാദമായി നൽകേണ്ട സദ്യ ദേവന് സമർപ്പിക്കുന്നതിന് മുമ്പ് മന്ത്രിമാർ കഴിച്ചതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോൾ ആദ്യം അത് കണ്ണും പൂട്ടിയവർ നിഷേധിച്ചു. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ സത്യം പുറത്തു വന്നപ്പോൾ, പല രീതികളിൽ പല മാർഗങ്ങളിലൂടെയായി സത്യം പുറത്തു വന്നപ്പോൾ അതിന് പരിഹാരക്രിയകൾ പരിശോധിക്കുകയും തന്ത്രി തന്നെ അതിന് പരിഹാരക്രിയകൾ നിശ്ചയിച്ച് അത് നടത്തണമെന്ന് കൽപ്പിക്കുകയും ഒപ്പം തന്നെ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ചാർത്തിൽ വ്യക്തമായി എഴുതുകയും ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സറിയാതെ സംഭവിച്ചു പോകുന്നതാണെന്ന്
നമുക്ക് വിശ്വസിക്കാം. ഇതൊക്കെ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ 2 തവണ മാത്രം നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ കൈകൂപ്പാതെ തീർത്ഥം കയ്യിൽ വാങ്ങാതെ അത് ഹാൻഡ് സാനിറ്റൈസറായിട്ട് ഉപയോഗിക്കുന്ന ദേവസ്വം മന്ത്രിമാർ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അഹങ്കാരപൂർവ്വം അതെൻ്റെ രീതിയാണ് എന്ന് പറയുമ്പോൾ ഈ ആറന്മുള ക്ഷേത്രത്തിൽ നടന്ന സംഭവം യാദൃശ്ചികമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി ശബരിമലയിൽ ഈ പയ്യന്നൂർ വെസ്റ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിസ്കാരമുറിയായി തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? നല്ല കാര്യം. പക്ഷേ ഇവരോടൊരു ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്, ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തന്മാർക്ക് വിരിവയ്ക്കുവാനുള്ള സംവിധാനം ഇതേ ഓഫീസുകളോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളോ ചെയ്തു കൊടുക്കുമോ? ഇല്ല എന്നാണ് പൊതുവെയുള്ള ഉത്തരം അവരുടെ പ്രവർത്തികളിൽ നിന്ന് നാം കണ്ടെത്തുന്നത്. കാരണം ആലോചിച്ച് നോക്കൂ, അടുത്തിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഐഷ പോറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വെറും ഐഷയായിരുന്ന അവരുടെ പേരിനൊപ്പം പോറ്റി ചേർപ്പിച്ച് ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ പോലും നിർത്തി ജയിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള സമൂഹത്തിന് മുന്നിലേക്ക് വെച്ച പ്രമുഖയായൊരു നേതാവായിരുന്നു. ആ ദൈവവിശ്വാസിയായിട്ടുള്ള ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് അവർ ശാസിക്കപ്പെട്ടു പാർട്ടിയാൽ. ഒപ്പം തന്നെ ശബരിമലയിലേക്കോ മറ്റേതെങ്കിലും പുണ്യക്ഷേത്രങ്ങളിലേക്കോ തീർത്ഥാടനം പോകുന്ന പാർട്ടിയുടെ ഏത് സ്ഥാനം വഹിക്കുന്ന ഒരു ഹിന്ദു സഖാവാണെങ്കിലും പല രീതിയിൽ ശാസിക്കപ്പെട്ടിട്ടുണ്ട്, തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം നാം എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു മനോഭാവമാണ് ഹിന്ദുമതത്തിന് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ ഇസ്ലാമിക പ്രീണനം അതിൻ്റെ പാരമ്യത്തിലെത്തിയത് കാരണം ക്രിസ്ത്യാനികൾക്ക് നേരെയും ഹിന്ദുക്കളോട് ഏത് നയമാണോ മുൻപ് സ്വീകരിച്ചിരുന്നത് അതേ നയം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ള ആരോപണം ക്രിസ്ത്യാനികളും ഉയർത്തുന്നുണ്ട്. അതിലേറെക്കുറെ സത്യമുണ്ട് താനും. ഇത്തരത്തിലുള്ളൊരവസ്ഥ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിസ്കാരമുറിയാക്കി എന്നുള്ള ഒരു വാർത്ത അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പരിഹാസത്തിന് വിധേയരാകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം നഗ്നമായ ന്യൂനപക്ഷ പ്രീണനം നടത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരും ഒരു പാർട്ടിയുമാണ് കേരള സമൂഹത്തിൻ്റെ മുന്നിലുള്ളത്. അവരെ എങ്ങനെ പരിഹസിക്കാതിരിക്കും, വിമർശിക്കാതിരിക്കും? ആ വിമർശനവും പരിഹാസങ്ങളും അവരുടെ സ്വയം തിരുത്തലുകൾക്ക് അവരെ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ സ്വയം തിരുത്തലുകൾ നടത്തണമെന്നുള്ള ചിന്തയെങ്കിലും അവരിൽ ഉണർത്തും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പലരും വിമർശിക്കുന്നത്. മറ്റുള്ളവർ ശരിയാണ്, രാഷ്ട്രീയമായി എതിർ നിൽക്കുന്നവർ ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണ് വിമർശിക്കുന്നത്. പക്ഷേ ആ വിമർശനങ്ങൾ 100% സത്യസന്ധത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്ത് വസ്തുതയിൽ വെച്ചാണോ വിമർശിക്കുന്നത് ആ വസ്തുതകൾ 100% സത്യമാകുമ്പോൾ മിണ്ടാതെ നിന്ന് ആ പരിഹാസം ഏറ്റുവാങ്ങുവാനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കൂ എന്ന് പറയാതെ വയ്യ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.